ഇന്ത്യക്കാർ ഉൾപ്പെടെ അമേരിക്കയിൽ കൂട്ട നാടുകടത്തൽ. കടുത്ത നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ഭരണകൂടം കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടെ ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൗരന്മാരെ അമേരിക്കയിൽ നിന്നും നാടുകടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 2025 സാമ്പത്തിക വർഷത്തിൽ മാത്രം ആകെ 3567 ഇന്ത്യക്കാരെയാണ് അമേരിക്കൻ അധികൃതർ രാജ്യത്ത് നിന്നും പുറത്താക്കിയത്. നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ കർശനമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. നാടുകടത്തൽ, കുടിയേറ്റം, യാത്രാ സൗകര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. നിയമവിരുദ്ധമായ കുടിയേറ്റങ്ങൾ എങ്ങനെ ഫലപ്രദമായി തടയാമെന്നതിലാണ് ഇരുപക്ഷവും ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഇത്തരം കർശന നടപടികൾ നിയമപരമായ രീതിയിൽ വിദേശത്തേക്ക് കുടിയേറുന്ന ആളുകളെ യാതൊരു വിധത്തിലും പ്രതികൂലമായി ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ പുറത്താക്കുക എന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രധാന നയപരമായ നിലപാടായതിനാലാണ് അമേരിക്കയിൽ രേഖകളില്ലാതെ താമസിക്കുന്ന ഇന്ത്യക്കാർക്കെതിരെയുള്ള നടപടികൾ ഇത്രയധികം ത്വരിതഗതിയിലായത്. നാടുകടത്തൽ നടപടികളുടെ ഭാഗമായി ഇന്ത്യൻ പൗരന്മാരെ കൈവിലങ്ങും കാലിൽ ചങ്ങലയും ധരിപ്പിച്ച് വിമാനങ്ങളിൽ എത്തിച്ച സംഭവങ്ങൾ വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര മാധ്യമ ശ്രദ്ധയും വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു. 2026 നാടുകടത്തൽ എണ്ണത്തിൽ കുറവ് വരുത്തുന്നത് ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള സ്ഥിരമായ US ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റും നയപരമായ മാറ്റങ്ങളും മൂലമാണ്. പുതിയ USCIS മാർഗനിർദ്ദേശം ചില ഗ്രീൻ കാർഡ് അപേക്ഷകർക്കുള്ള കോൺസുലാർ പ്രോസസ്സിംഗിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇത് ഗണ്യമായ ബാക്ക്ലോഗുകൾ നേരിടുന്ന ഇന്ത്യൻ H-1B ഹോൾഡർമാരെ ബാധിച്ചേക്കാം. ഉയർന്ന വൈദഗ്ധ്യമുള്ള ചില തൊഴിലാളികൾക്ക് ഇപ്പോഴും US-നുള്ളിൽ സ്റ്റാറ്റസ് ക്രമീകരിക്കാൻ കഴിയുമെന്ന് വിശദീകരണങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും രാഷ്ട്രീയവും നിയമപരവുമായ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അനധികൃത കുടിയേറ്റത്തിനെതിരായ നടപടികളും വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും നിയമാനുസൃതമായ യാത്രാ സൗകര്യം ഒരുക്കുന്നതും സന്തുലിതമാക്കുന്നതിനായി ഇന്ത്യയും US-ഉം ഉന്നതതല ചർച്ചകൾ നടത്തിവരികയാണ്. ICE ലോസ് ഏഞ്ചൽസിൽ 26-കാരനായ ഇന്ത്യൻ പൗരൻ പർമീന്ദർ പാൽ സിംഗിനെ ഒന്നിലധികം ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്ത വാർത്തയുമായി യോജിച്ചാണ് നാടുകടത്തൽ അപ്ഡേറ്റ്. സ്ത്രീകളും പ്രായമായ യാത്രക്കാരും ഉൾപ്പെടെയുള്ള നാടുകടത്തപ്പെട്ടവരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് ഇന്ത്യ മുൻകാലങ്ങളിൽ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. 2009 ശേഷമുള്ള ഏതൊരു വർഷത്തെക്കാളും കൂടുതൽ ഇന്ത്യക്കാരെ 2025 US നാടുകടത്തി. 3567 പേരെയാണ് നാടുകടത്തിയത്. നടപ്പ് വർഷത്തെ ഇതുവരെയുള്ള കണക്കുകൾ മന്ദഗതിയിലുള്ള വേഗത കാണിക്കുന്നു. എന്നിരുന്നാലും അന്തിമ കണക്ക് വരും മാസങ്ങളിലെ എൻഫോഴ്സ്മെന്റ് രീതികളെ ആശ്രയിച്ചിരിക്കും. US നയ നടപടികൾക്കൊപ്പം കുടിയേറ്റ വിഷയങ്ങളിൽ ഉഭയകക്ഷി ഇടപെടൽ തുടരുന്നു. ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഇരട്ട ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചാണ്. നിയമാനുസൃതമായ പ്രൊഫഷണൽ വിദ്യാഭ്യാസ കുടിയേറ്റം സുഗമമാക്കുന്നതിനൊപ്പം നിയമവിരുദ്ധമായ അതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളുടെയും രേഖപ്പെടുത്താത്ത അവസ്ഥയുടെയും വർധനവ് ഫലപ്രദമായി തടയുക. നിയമപരമായ കുടിയേറ്റം സുഗമമാക്കുന്നതിനൊപ്പം നിയമവിരുദ്ധ കുടിയേറ്റം ഫലപ്രദമായി തടയുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് കുടിയേറ്റവും മൊബിലിറ്റിയും സംബന്ധിച്ച് ഞങ്ങൾ US-മായി തുടർച്ചയായി സംഭാഷണം നടത്തി വരികയാണ്. 2025 സെപ്റ്റംബറിൽ നടന്ന പ്രതിവാര മാധ്യമ സമ്മേളനത്തിൽ അനധികൃത കുടിയേറ്റത്തിനെതിരായ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ജയ്സ്വാൾ ആവർത്തിച്ചു. കുടിയേറ്റത്തിനുള്ള നിയമപരമായ വഴികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത ഊന്നി പറഞ്ഞു. നിയമപരമായ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ഈ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശരിയായ രേഖകൾ ലഭിച്ചു കഴിഞ്ഞാൽ സർക്കാർ ദേശീയത പരിശോധിക്കുകയും നിയമപരമായ പദവിയില്ലാത്ത വ്യക്തികളെ തിരിച്ചെടുക്കുകയും ചെയ്യാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും രാജ്യത്ത് നിയമപരമായ പദവിയില്ലാത്ത ഒരാൾ ഉണ്ടാകുമ്പോഴെല്ലാം അയാൾ അല്ലെങ്കിൽ അവൾ രേഖകളുമായി ഞങ്ങളെ സമീപിക്കുമ്പോൾ അയാൾ അല്ലെങ്കിൽ അവൾ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് അവകാശവാദമുണ്ടെങ്കിൽ ഞങ്ങൾ പശ്ചാത്തല പരിശോധന നടത്തുകയും പൗരത്വം സ്ഥിരീകരിക്കുകയും തുടർന്ന് അവരെ തിരികെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയും. അമേരിക്കയിൽ നിന്നുള്ള നാടുകടത്തലിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.